സുകുമാർ അഴീക്കോട് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവുണ്ട് എന്നുള്ളത്. അത് വളരെ കൃത്യമായിരുന്നു. ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം തന്നെ പാർട്ടികളെ തന്നെ കാര്യങ്ങൾ എടുത്തു നോക്കുക. പാർട്ടിയിലും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ. കാരണം 96-ലാണ് അദ്ദേഹം മാരാരിക്കുളത്ത് പരാജയപ്പെടുന്നത് അല്ലേ. 96-ൽ മാരാരിക്കുളത്ത് പരാജയപ്പെടുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചത് പാർട്ടി തന്നെയാണ് എന്ന് പിന്നീട് വ്യക്തമായി. പിന്നീട് 2001-ൽ അദ്ദേഹം മലമ്പുഴയിലേക്ക് മാറി. മലമ്പുഴ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ കോട്ടയാണ്. 15,000-ൽ കുറഞ്ഞ വോട്ടിന് ആരും അവിടെ CPM-ൻ്റെ ആരും അവിടെ ജയിക്കാറില്ല. അവിടെ അദ്ദേഹം ജയിച്ചത് വെറും 4,000 സംതിങ് വോട്ടിനാണ്. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ജനകീയനായ പ്രതിപക്ഷ നേതാവും എല്ലാമായിരുന്ന അദ്ദേഹത്തെ പിന്നെ ജയിപ്പിച്ചത് വെറും 4,000 വോട്ടിനാണ്. അപ്പോഴും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയ ശ്രമങ്ങൾ നടന്നു. അതായത് അദ്ദേഹം നിലപാടുകളുടെ കാര്യത്തിൽ ഇത്രയും വ്യക്തതയോട് സംസാരിക്കുന്ന വേറൊരു മനുഷ്യനില്ല. നിലപാടുകൾ അത് കൃത്യമായി പറയാനും അത് പ്രവർത്തിക്കാനും അത് നടപ്പിലാക്കാനുള്ള ആർജവും ധൈര്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു നേതാവ് കാന്തപുരം തന്നെ ആയിക്കോട്ടെ, കാന്തപുരം ഇങ്ങനെ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പാർട്ടികൾ നേതാക്കൾ ആലോചിക്കും. ഇങ്ങനെ നമ്മൾ വെള്ളാപ്പള്ളിക്കെതിരെ നമ്മൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ ഈഴവ വോട്ടുകൾ അകന്നു പോകുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിച്ചതിന് ശേഷം മാത്രമേ മറുപടി വരും. പക്ഷേ VS അങ്ങനെ ആയിരുന്നില്ല. VSന് കൃത്യമായി ആര് എന്ത് ചെയ്തു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് പ്രഖ്യാപിക്കാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. ഇപ്പം രമയുടെ വീട്ടിൽ ചെന്ന് TP ചന്ദ്രശേഖരൻ മരിച്ചത് ശേഷം രമയുടെ വീട്ടിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോകാൻ അദ്ദേഹത്തിനൊരു കാരണമുണ്ടായിരുന്നു. നെയ്യാറ്റിങ്കര തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോകാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നു. അതായത് TP വധിക്കപ്പെട്ട ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM വിജയിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം TPയുടെ വീട്ടിൽ അന്ന് പോയത്, രമയെ കണ്ടത്, അവരെ കയ്യിൽ കുട്ടിപ്പിടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കാൻ, എവിടെയും വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ നമുക്കിനി കിട്ടില്ല. ഒരു തർക്കമില്ല അങ്ങനെ കിട്ടും. ഇപ്പോൾ നമ്മൾ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ വോട്ട് ബാങ്കിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി മാത്രമാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. അപ്പം VSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. നേരെ മറിച്ച് കൃത്യമായി നിലപാട് പറയുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ അദ്ദേഹമാണ്.